Hello students, today we are going to learn about secondary memory. During the last class, we have learned about primary memory. Primary memory is of two types, RAM and ROM. We have covered it. Now we are going to learn about secondary memory. The main characteristic of a secondary memory is that the secondary storage devices are non-volatile. What do you mean by non-volatile? They do not lose their contents when the computer's power is turned off. കമ്പ്യൂട്ടറിന്റെ പവർ ഓഫ് ചെയ്താലും ഡേറ്റ ഒക്കെ റിറ്റെയിൻ ചെയ്യും. അങ്ങനത്തെ മെമ്മറിക്ക് പറയുന്ന പേരാണ് നോൺ വോളറ്റൈൽ. ഓക്കെ, ഈസ് പ്രൈമറി മെമ്മറി നോൺ വോളറ്റൈൽ? പ്രൈമറി മെമ്മറി നിങ്ങൾ പഠിച്ചതാണ്. നോൺ വോളറ്റൈൽ ആണോ? പ്രൈമറി മെമ്മറി രണ്ടുതരം ഉണ്ട്, റാമും റോമും. റോം നോൺ വോളറ്റൈൽ ആണ്, പക്ഷെ റാം വോളറ്റൈൽ ആണ്. റാമിന്റെ കണ്ടന്റ്സ് ഒക്കെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. പക്ഷെ പവർ ഓഫ് ചെയ്തപ്പോൾ സേവ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ സേവ് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും, സെക്കൻഡറി മെമ്മറി എന്ന് പറയും, ഓക്സിലറി മെമ്മറി എന്ന് പറയും, ഓക്സിലറി സ്റ്റോറേജ് എന്ന് പറയും. ഓക്കെ, പേര് തന്നെ അറിയാം, this is a one that is additional to the primary memory. പ്രൈമറി മെമ്മറിക്ക് പുറമേ വെക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി രണ്ടാമത്തേത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടാബ്സ്, CD, DVD, network storage, cloud storage, etc. Large amount of data can be stored in secondary memory, that too permanently. Okay, that means when we are trying to save something, it is saved in the secondary storage devices. Save ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ secondary storage devices. Okay, it can be sequential access storage or direct access storage. So this is the characteristic. This is the different types of secondary storage devices. We can have sequential access device. We can have direct access device. First, I will tell you the difference between sequential access and direct access. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? സീക്വൻഷ്യൽ ആക്സസ് നിങ്ങൾക്ക് നോവലൊക്കെ വായിക്കാറില്ലേ, കഥകളൊക്കെ വായിക്കാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇടയിൽ അവിടെ നിന്ന് ഇവിടെ ഒന്നും വായിക്കാൻ പറ്റില്ല. യു ഹാവ് ടു റീഡ് ഫ്രം ഫസ്റ്റ് ടു ദ ലാസ്റ്റ്. ഓക്കെ, ഒന്ന് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, അങ്ങനെ വേണം വായിക്കാൻ. എന്നാലേ നമുക്ക് കഥയുടെ ഫ്ലോ കിട്ടുള്ളൂ, അത് വായിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ്. That is, we are accessing elements in a sequence. A sequential order മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. Okay, what is direct access? Direct access വേറെ പേരാണ് റാൻഡം ആക്സസ്. That means we can access data at any time. അത് നമ്മൾ അഫക്ട് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡിക്ഷണറി നോക്കുകയാണ്, ഒരു വേർഡിന്റെ അർത്ഥം നോക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം പോലും മറിക്കേണ്ട കാര്യമില്ല. സപ്പോസ് ഡിക്ഷണറി ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് D, നമുക്ക് ഡിയിലേക്ക് നേരിട്ട് എടുക്കാം, അല്ലെ? അല്ലെങ്കിൽ എക്സെഡ് ആണ്, അവസാനത്തെ പേജിലേക്ക് നോക്കിയാൽ മതി, ആദ്യം പോലും മറിച്ച് പോകേണ്ട കാര്യമില്ല. ഇടയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഡിവൈസ് പറയുന്ന പേരാണ് ഡയറക്റ്റ് ആക്സസ് ഓർ റാൻഡം ആക്സസ്. മെജോറിറ്റി എല്ലാം ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് ആണ്. മുമ്പ് ഉപയോഗിച്ചിരുന്ന ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടേപ്പാണ് സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ്. ബാക്കി നമ്മൾ പഠിക്കുന്ന എല്ലാം ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഡിസ്ക് ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്കും ഉണ്ട്, ഓപ്റ്റിക്കൽ ഡിസ്കും ഉണ്ട്. ഇത് കൂടാതെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസും ഉണ്ട്. മാഗ്നറ്റിക് ഡിസ്ക് പ്രധാനമായിട്ടുള്ളതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹാർഡ് ഡിസ്ക് കേട്ടിട്ടുണ്ടാവും. ഹാർഡ് ഡിസ്ക് മാഗ്നറ്റിക് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് തന്നെ 3 തരം ഉണ്ട്, വിഞ്ചസ്റ്റർ ഡിസ്ക് എക്സെട്ര. അതൊന്നും ഡിഫറൻസ് നമ്മൾ അധികം പഠിക്കുന്നില്ല, പക്ഷെ എന്താണ് ഹാർഡ് ഡിസ്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹാർഡ് ഡിസ്ക് പോലെ തന്നെ ചെറിയൊരു മിനിയേച്ചർ രൂപമാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇറ്റ് ഈസ് റിമൂവബിൾ. ഓക്കെ, ഇനി ഓപ്റ്റിക്കൽ ആണ്. CD കണ്ടിട്ടുണ്ടോ, DVD കണ്ടിട്ടുണ്ടോ? നിങ്ങൾ CD DVD കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ജനറേഷനിൽ കേട്ടിട്ടുണ്ടാവും. ഒരു 10 വർഷം കഴിഞ്ഞാൽ അത് എന്താന്ന് തന്നെ ആർക്കും അറിയണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഡിസ്ക് ആണ് ഓപ്റ്റിക്കൽ. CD-ROM, CDR, CDRW, DVD എക്സെട്ര കംസ് അണ്ടർ ഓപ്റ്റിക്കൽ ഡിസ്ക്. ബ്ലൂറേ ഇതൊക്കെ ഓപ്റ്റിക്കലിൽ വരുന്നതാണ്. ഇത് കൂടാതെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ദാറ്റ് മെയിൻ തിങ് ഇസ് ഫ്ലാഷ് ഡ്രൈവ്. നമ്മുടെ പെൻ ഡ്രൈവിന് പറയുന്ന പേരാണ്. മെമ്മറി കാർഡ്, രണ്ടാമത് മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് എവിടെയാണ്? നമ്മൾ മൊബൈൽ ഡിവൈസിനുള്ളിലേക്ക് കാർഡ് ഇട്ടിട്ടുണ്ടാവും, മെമ്മറി കാർഡ്. ഓക്കെ, നമ്മുടെ മൊബൈലിന്റെ അകത്ത് SD കാർഡ് ഇടുന്നുണ്ടോ, SD കാർഡ്, അങ്ങനത്തെ കാർഡാണ് മെമ്മറി കാർഡ്, മെമ്മറി സ്റ്റോറേജ് ഡിവൈസ്. ഇതാണ് ഒരു ബേസിക് ഐഡിയ അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. Is it clear? Okay. Now we are learning the data storage basics. നമ്മൾ പറഞ്ഞു സേവ് ചെയ്യാൻ അഥവാ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. അതിൽ എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്ന ഒരു ബേസിക് ഐഡിയ ആണ് പറയാൻ പോകുന്നത്. We know what a file is. File എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ write ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ്, എക്സൽ ഷീറ്റ്സ്, പിക്ചേഴ്സ്, all those things are files. File is a named collection of bits that work together to represent a single object. ഒരു പ്രോഗ്രാം ആവാം,
ഒരു സ്പ്രെഡ്ഷീറ്റ്, അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഷീറ്റ് ആവാം, ഒരു പിക്ചർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ആകാം, നിങ്ങളുടെ ബയോഡാറ്റ, അങ്ങനത്തെ എല്ലാം സേവ് ചെയ്യുന്നത് നമ്മൾ ഫയലായിട്ടാണ്. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് PPT അയച്ചു തരുന്നുണ്ട്, പവർ പോയിന്റ് പ്രസന്റേഷൻ അയച്ചു തരുന്നുണ്ട്, അത് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ഫയലാണ്. ഓക്കെ. These files are organized in folders. What is a folder then? It's a logical organizing units for file. ഫയൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇടമാണ് ഫോൾഡേഴ്സ്. നമുക്ക് വേണേ അവിടെ എവിടെയായിട്ട് ഇടാം. സാധാരണ നിങ്ങളെല്ലാം ഒരു ഫോൾഡറിനകത്ത് നമുക്ക് റിലേറ്റഡ് ഡോക്യുമെന്റ് ഒന്നിച്ച് ഒരു ഫോൾഡറിലായിട്ടാണ് റൈറ്റ് ചെയ്യുക. ഓക്കെ. ഫോൾഡറിനകത്ത് സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും. എ ഫോൾഡർ വിത്തിൻ എ ഫോൾഡർ ഇസ് നോൺ ആസ് എ സബ് ഫോൾഡർ. അപ്പൊ ഫയലും ഫോൾഡറും സബ് ഫോൾഡറും എല്ലാം കൂടെ ചേർന്ന് ഞാൻ എന്താ പറയാ, വോളിയം എന്ന് പറയും. വോളിയം partitioned into several volumes. സിസ്റ്റം ഓൺ ആക്കുമ്പോൾ അറിയാം നമുക്ക് A ഡ്രൈവ്, B ഡ്രൈവ്, C ഡ്രൈവ്. സാധാരണ CD ഒക്കെ കേട്ടിട്ടുണ്ടാവും. AB ഒക്കെ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കുന്ന പേരാണ്. A ഡ്രൈവ്, A colon is used for floppy disk. B colon is also used for floppy disk. അതുകൊണ്ടാണ് ഹാർഡ് ഡിസ്കിൽ എപ്പോഴും C മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കാണുമ്പോൾ C ഡ്രൈവ്, D ഡ്രൈവ് എന്ന് കാണാം. പഠിച്ചു കഴിയുമ്പോൾ C ഡ്രൈവ്, D ഡ്രൈവ് കാണാം. ഓക്കെ. അപ്പൊ CD ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വോളിയംസ് റെപ്രസെന്റ് ചെയ്യുന്നത്. വോളിയം is nothing but a collection of files and folders. This is the data storage. നമ്മൾ സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സേവ്ഡ് ആസ് എ ഫയൽ. നമ്മൾ ഫയൽ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അത് എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഫോൾഡറിലാവാം, അത് വിത്തിൻ ഡ്രൈവ് ആവാം. വോളിയത്തിൽ പറഞ്ഞ വേറെ പേരാണ് ഡ്രൈവ്, C ഡ്രൈവ്, D ഡ്രൈവ്, etc. Now we learn about the features of secondary memory or auxiliary memory. അപ്പൊ ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞാലും ഓക്സിലറി എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. Okay. There are important features such as access mode, access time, transfer rate, capacity and cost. Okay. Capacity എന്ന് വെച്ചാൽ എന്താ, എന്തുമാത്രം ഡേറ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, how much it can hold, or the amount of data that can be stored in memory is known as data capacity. ക്ലിയർ അല്ലേ? എന്തുമാത്രം ഡേറ്റ കൊള്ളും. നമ്മൾ ബക്കറ്റിന്റെ കപ്പാസിറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം വെള്ളം കൊള്ളും. അതുപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്ക്, ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തുമാത്രം ഡേറ്റ കൊള്ളും, എന്തുമാത്രം ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡേറ്റ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ആസ് ബിറ്റ്സ്, ബൈറ്റ്സ്, പിന്നെ എന്തൊക്കെയായിരുന്നു? കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഡേറ്റയുടെ കപ്പാസിറ്റി പറയുന്നത്. അടുത്ത് കോസ്റ്റ് ആണ്. കോസ്റ്റ് പറയുമ്പോൾ ഇപ്പോഴേ ഒരു ഹാർഡ് ഡിസ്ക് ഒരു വില പറഞ്ഞു, അടുത്ത ഹാർഡ് ഒരു വില പറഞ്ഞു, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? കോസ്റ്റ് പെർ മെഗാബൈറ്റിൽ എന്തുമാത്രം കപ്പാസിറ്റി കൊള്ളും, ഒരു ബിറ്റിന് എന്ത് വില വരും, അതാണ് കോസ്റ്റ്. ഹൗ മച്ച് ഡസ് ദ സ്റ്റോറേജ് കോസ്റ്റ് പെർ മെഗാബൈറ്റ് ഓർ പെർ ജിഗാബൈറ്റ്. അതിന് കപ്പാസിറ്റി എത്രയാണ്, അതിന് പ്രൊപ്പോർഷനാണ് നമ്മൾ കോസ്റ്റ് പറയുന്നത്. സപ്പോസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണെങ്കിൽ കോസ്റ്റും കുറവായിരിക്കും, കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും, അല്ലെ? കോസ്റ്റ് പറയുമ്പോൾ എപ്പോഴും ഡേറ്റ പെർ കപ്പാസിറ്റി ആണ് പറയുന്നത്, കോസ്റ്റ് പെർ ബിറ്റ്. ഓക്കെ. അത് ആക്സസ് സ്പീഡ്. ക്ലിയർ അല്ലേ? സ്പീഡ്, എത്രമാത്രം സ്പീഡ് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം സ്പീഡിൽ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ട്രാൻസ്ഫർ റേറ്റ്. ഹൗ ക്വിക്ലി ക്യാൻ ദ ഡാറ്റ ബി റിട്ടേൺ ആൻഡ് റിട്രീവ്ഡ്. എത്ര സ്പീഡിൽ എഴുതാൻ പറ്റും, എത്ര സ്പീഡിൽ വായിക്കാൻ പറ്റും, അതാണ് അതിന്റെ ആക്സസ് സ്പീഡ്. അടുത്ത ഇന്റർഫേസ് ആണ്. ഹൗ ഡസ് ഇറ്റ് കണക്ട് ദ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഇന്റേണൽ ആയിട്ട് കമ്പ്യൂട്ടർ അകത്ത് വെച്ചേക്കാണോ, നമ്മുടെ കയ്യിലുണ്ട്, എക്സ്റ്റേണൽ ആണോ, എത്ര ഫാസ്റ്റ് ആണ് കണക്ഷൻ? നിങ്ങൾക്ക് പെൻഡ്രൈവ് ഉപയോഗിച്ച് പരിചയമുണ്ടാവും. പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ എത്ര നേരം കൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഇന്റർഫേസ്. ഓക്കെ. USB ഇന്റർഫേസ് ആണ്. USB ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്, ദാറ്റ്സ് നോൺ ആസ് ഇന്റർഫേസ്. ഇന്റർഫേസിന്റെ അർത്ഥം എന്താ? ഇടയിൽ നിൽക്കുക, കമ്പ്യൂട്ടറായിട്ട് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, അതാണ് ഇന്റർഫേസ്. അടുത്ത മീഡിയ. Whether the media is magnetic, whether the media is optical, whether it is solid state. We will cover magnetic media as well as optical media. Okay. Next is portability. എന്താ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർട്ടിംഗ് വെച്ചത് അർത്ഥം കൊണ്ടുനടക്കാം. Is the storage is inside the system unit or is it connected externally? Inside ആണെങ്കിൽ എന്താ? It is not portable. കമ്പ്യൂട്ടറിന്റെ അകത്താ വെച്ചിരിക്കുന്നത്, അതല്ല പുറത്താണെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാം, പോർട്ട് ചെയ്യാം. Removability. Is a disk removable from the drive that reads and writes it, or are they inseparable unit? റിമൂവ് ചെയ്യാൻ പറ്റുമോ, അത് ഫിക്സഡ് ആണ്. ഇതാണ് സെക്കൻഡറി മെമ്മറിയുടെ ഫീച്ചേഴ്സ്. ആക്സസ് മോഡ് ഞാൻ പറഞ്ഞില്ല. ആക്സസ് മോഡ് ക്യാൻ ബി സീക്വൻഷ്യൽ ആക്സസ് ഓർ റാൻഡം ആക്സസ്. ഫസ്റ്റ് തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്താണ് സീക്വൻഷ്യൽ ആക്സസ്, എന്താണ് റാൻഡം ആക്സസ്? Sequential access memory is a class of data storage devices that read stored data in a sequence. Okay, sequence item, serial volume.
1 by 1 ആയിട്ട് റീഡ് ചെയ്യുക. അതാണ് sequential access. Next is direct access or random access. Random access memory is a class of storage devices in which data can be accessed in any order. ഏത് ഓർഡറിൽ വേണമെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യാം. There's no problem. Next is access time. Access time is the average time to reach a storage location in memory and obtain its contents is known as access time. അത് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയം, എത്ര സമയം കൊണ്ട് റീഡ് ചെയ്യാൻ പറ്റും. നമ്മളത് സ്പീഡ് പറഞ്ഞു. സ്പീഡ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്, ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആക്സസ് ചെയ്യണമെങ്കിൽ എന്താ, ഓൾ ഹാർഡ് ഡിസ്ക് മോസ്റ്റ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് ആർ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ്. അത് ഇലക്ട്രിക് അല്ലെങ്കിൽ മെക്കാനിക് കമ്പൈൻസ് മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് വേണം അത് പോയി ആക്സസ് ചെയ്യാൻ. So this time is equal to the sum of seek time and transfer time. So seek time എന്താന്ന് നോക്കണ്ടേ. Seek time is the time required to position the read-write heads on the memory location. Reader head എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കറക്റ്റ് എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ പോയി എടുക്കുക, ആ സമയമാണ് seek time. Transfer time is the amount of memory. Transfer time is required to transfer the time required to transfer data to or from the device. ഡിവൈസിന് ഡാറ്റ എടുക്കാനും ഇടാനും വേണ്ട സമയം ഏതെങ്കിലും ഒന്ന്, അതാണ് ട്രാൻസ്ഫർ ടൈം. ഓക്കെ, ഞാനൊരു ബുക്കിന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഡിക്ഷണറി കേസ് പറഞ്ഞു. സപ്പോസ് നിങ്ങൾക്ക് ഡിക്ഷണറിയിൽ ഒരു വാക്ക് കണ്ടുപിടിക്കണം. ആ വാക്ക് പകർത്തി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനി വേർഡ്, ഫോർ എക്സാമ്പിൾ ഫ്ലവർ. ഫ്ലവർ എന്നുള്ള വാക്കിന് നിങ്ങൾക്ക് അർത്ഥം അറിയില്ല. അപ്പൊ ഫ്ലവർ എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? നമ്മൾ ആദ്യം എഫ് എന്നറിയാം. ഏകദേശം നമ്മൾ എഫ് എടുത്ത് ചിലപ്പോൾ എഫ് എയിലായിരിക്കും കിടക്കണേ. മറിച്ച് എഫ് എൽ വരെ എത്തണം. അതാണ് സിക്സ് ടൈം. FLOWER കണ്ടെത്തി. ഡിക്ഷണറി കിടപ്പുണ്ട് ഫ്ലവർ. അപ്പൊ അതിനകത്ത് വേർഡ് എഴുതിയില്ല, ദിസ് ഇസ് ടൈപ്പ് ഓഫ് സംതിങ് എഴുതിയിട്ടുണ്ടാവും. നൗൺ വെർബൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഈ പകർത്തി എഴുതുന്ന സമയമാണ് ട്രാൻസ്ഫർ ടൈം. ഇത് രണ്ടും കൂടി ചേർന്നാണ് ആക്സസ് ടൈം ആവുന്നത്. ക്ലിയർ? സീക്ക് ചെയ്യുക, കണ്ടെത്തുക, അത് എവിടെയെന്ന് കണ്ടെത്തുക, അതാണ് സീക്ക് ടൈം. അതേപോലെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ എവിടെയോ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഏതാണ് പൊസിഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സമയമാണ് സീക്ക് ടൈം. ഓക്കെ, പിന്നെ അതെടുത്ത് കോപ്പി ചെയ്ത് വെക്കണ്ടേ, അത് പ്രൈമറി മെമ്മറി കൊണ്ടുപോകണം, അതെടുക്കാൻ ഉപയോഗിക്കുന്ന സമയമാണ് ട്രാൻസ്ഫർ ടൈം. ഓക്കെ, ഇടയ്ക്കുന്നൊരു നമ്മൾ സെക്കൻഡറി മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ്? സെക്കൻഡറി മെമ്മറി പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡറി മെമ്മറി. പക്ഷെ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് മെമ്മറി ഏതാ? പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി ഡാറ്റ ഇല്ലാതെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് റീഡ് ചെയ്യണമെങ്കിലും അത് ആദ്യമേ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറി കൊണ്ടുവന്ന് വെക്കണം. ട്രാൻസ്ഫർ ടൈം. That must be transferred into the primary memory. ഞാൻ ഡിക്ഷണറി എക്സാമ്പിൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുന്ന പറയുന്ന പോലെ ഡാറ്റ സെക്കൻഡറി മെമ്മറി കിടന്ന സിസ്റ്റത്തിൽ ഒരു ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ അറിയില്ല, അതെടുത്ത് പ്രൈമറി മെമ്മറി കൊണ്ടുവന്ന് വെക്കണം. അതാണ് ട്രാൻസ്ഫർ ടൈം. ഓക്കെ, സീക്ക് ടൈം എന്താ വെച്ചാൽ സിഗ്മ എന്താ, ഇത് എവിടെയാണ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സമയമാണ് സീക്ക് ടൈം. ദ ടൈം റിക്വയർഡ് ടു പൊസിഷൻ ദ റീഡ് റൈറ്റ് ഹെഡ് ഓൺ ദ മെമ്മറി ലൊക്കേഷൻ. നമ്മുടെ ഫ്ലവർ എന്നുള്ള വേർഡ് എവിടെയാണ് തപ്പി കറക്റ്റ് ലൊക്കേഷൻ എത്തുന്ന സമയമാണ് സീക്ക് ടൈം. പിന്നെ ഫ്ലവറിന്റെ ഡെഫിനേഷൻ എല്ലാം പകർത്തി എഴുതുന്ന സമയമാണ് ട്രാൻസ്ഫർ ടൈം. അതായത് ആ ഹാർഡ് ഡിസ്കിലെ ഡാറ്റസ് എല്ലാം ഫാമിലി കൊണ്ടുവന്ന് വെക്കുന്ന സമയമാണ് ട്രാൻസ്ഫർ ടൈം. Transfer time. Is it clear? This is about access time and access mode. Access mode can be sequential random. Access time is the average time to reach a storage location memory and obtain its contents. കണ്ടാൽ മാത്രം പോരാ, നമുക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയും വേണം. രണ്ടും കൂടി ചേരുന്നതാണ് ആക്സസ് ടൈം. ആക്സസ് ടൈം ഈസ് ഈക്വൽ ടു സീക്ക് ടൈം പ്ലസ് ട്രാൻസ്ഫർ ടൈം. സീക്ക് ടൈം എന്താണ്? ഏത് ലൊക്കേഷൻ കണ്ടെത്തണം, റീഡ് റൈറ്റ് ഹെഡ് അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ട്രാൻസ്ഫർ ടൈം ഈസ് എ ടൈം റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ to or from the device. Okay. Now we are going to deal more about hard disk. Hard disk എന്താണെന്ന് നോക്കാൻ പോവാണ്. ഹാർഡ് ഡിസ്ക് നോക്കുന്നതിന് മുമ്പായിട്ട് we are going to learn about the magnetic hard disk. We are going to learn about magnetic hard disk. That is magnetism ആണ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന മെത്തഡോളജി. ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ചെമ്പ് കമ്പി ഇരുമ്പ് തണ്ടി ചുറ്റി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മാഗ്നറ്റ് ഉണ്ടാവും. മാഗ്നറ്റിസം രൂപപ്പെടുന്നു, ഓർക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഉപയോഗിച്ച് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഫിഗർ കാണിച്ചിരിക്കുന്നതാണ്. നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു, ചെമ്പ് കമ്പി ചുറ്റി വെച്ചിരിക്കുന്ന പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ താഴെ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും. ഈ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്ന മെത്തഡോളജിയാണ് നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിനെ കുറച്ച് പൊടിയാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ഡസ്റ്റ് ഓഫ് മാഗ്നറ്റ്സ്. മാഗ്നറ്റ്സ് തരി നമ്മൾ തരി ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റിസം റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഓക്കെ,
ക്ലിയർ? ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡില് ലൈക്ക് ഓക്കെ, സപ്പോസ് നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് സെൻഡ് ചെയ്ത് വിചാരിച്ചോളൂ. ഇവിടെ നമ്മൾ ഇതാണ് കറണ്ട് ഇൻ, ദിസ് ഇസ് കറണ്ട് ഔട്ട്. നമുക്ക് നോർത്ത് സൗത്ത് എന്നുള്ള പോൾ കിട്ടി. നോർത്ത് സൗത്ത് മാഗ്നറ്റ്സ് എന്താ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിനെ നമുക്ക് നോർത്ത് സൗത്ത് പോളാക്കി. കറണ്ട് റിവേഴ്സ് ചെയ്താലോ അത് എസ് എൻ ആവും. ഇവിടെ കൊടുക്കുന്ന കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എൻ ആവും. നമുക്ക് നോർത്ത് സൗത്ത് സൗത്ത് നോർത്ത് കിട്ടാനായിട്ട് കറണ്ട് മാത്രം മാറ്റിയാൽ മതി. ഇത് റെഡി? ക്ലിയർ? കറണ്ട് ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാഗ്നറ്റിസം മാറ്റാൻ പറ്റും. നോർത്ത് സൗളും സൗത്ത് നോർത്തും ആക്കാൻ പറ്റും. ആ മെക്കാനിസം അവിടെ ഉപയോഗിക്കുന്നത്. ഓരോ മാഗ്നറ്റിനും നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട് അല്ലെ? എൻ എസ് അഥവാ എസ് എന്ന് വരാം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എന്താ വേണ്ടത്? രണ്ട് പൊസിഷൻ ആവശ്യമുള്ളൂ. ഐദർ എ 0 ഓർ എ 1. എൻ എസ് ഒരു 0 ആണെങ്കിൽ എസ് എൻ 1 ആവും. ഒരു ഡയറക്ഷൻ 0, അടുത്ത ഡയറക്ഷൻ 1 എന്ന് വിചാരിച്ചാൽ മതി. മാഗ്നറ്റ് നമുക്ക് നോർത്ത് സൗത്ത് അഥവാ സൗത്ത് നോർത്ത് ആക്കാം. ഓക്കെ, നോർത്ത് സൗത്ത് 0 ആണെങ്കിൽ സൗത്ത് നോർത്ത് 1 ആയിരിക്കും. അപ്പൊ രണ്ട് പൊസിഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഓരോ ഈ നേരത്തെ ഈ താഴെ കാണിച്ചൊരു പൊടിയുണ്ടോ? ദിസ് ഇസ് എ പൊടി, മാഗ്നറ്റിന്റെ പൊടിയാണ്. ഈ മാഗ്നറ്റിന്റെ പൊടിയിൽ നമുക്ക് ഓരോ ചെറുതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റിയെടുക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. എസ് എന്നോ എൻ എസോ ആക്കാം. നമുക്ക് 0 റൈറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ മതി. 1 റൈറ്റ് ചെയ്യണമെങ്കിലോ അതനുസരിച്ച് വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഹാർഡ് ഡിസ്കിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. Now I'll tell you how a hard disk is arranged. Hard disk is suitable for online storage. It's a direct access device. A thin aluminum platter is coated with magnetic material. A number of such disks is mounted on a central shaft. One separate read-write head for each track. Head contains magnetic yoke and magnetic coil. This is the basic thing. This figure okay. This one, the circular one. ഇതിന് പറയുന്ന പേരാണ് പ്ലാറ്റർ, അലുമിനിയം പ്ലാറ്റർ. പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി, അലുമിനിയം പ്ലാറ്റർ. ആൻഡ് ഇൻസൈഡ് അലുമിനിയം പ്ലാറ്റർ ഇറ്റ് ഇസ് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തേക്കാം. ഫുൾ മാഗ്നറ്റിക് കോട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് മാഗ്നറ്റിക് പൊടി അതിന് മുകളിൽ വെതറിയേക്കുന്നത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ആ പൊടിക്ക് ഡയറക്ഷൻ മാറാൻ പറ്റും. നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്, അതിന്റെ മാഗ്നറ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കോയിലല്ലേ, ഈ കോയിൽ ഇതുപോലെ ഒരു കോയിലാണ്. ഈ ഓരോ ഹെഡ്, ദിസ് ഇസ് എ ഹെഡ്. ഈ കറുത്ത് കാണിച്ചിരിക്കുന്നതൊക്കെ ഹെഡ് ആണ്, റീഡ് റൈറ്റ് ഹെഡ് ആണ്. ഇൻസൈഡ് ദ റീഡ് റൈറ്റ് ഹെഡ് there is a magnetic yoke and magnetic coil. That means it can change the dust within this platter. പ്ലാറ്ററിൽ മാഗ്നറ്റിക് പൊടി വെച്ച് കോട്ട് ചെയ്ത് വെച്ചേക്കാം. ആ പൊടിയുടെ ഡയറക്ഷൻ ഈ ഹെഡ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. Is that idea clear? അപ്പൊ ഓരോ ബിറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Okay, this is how the head works like this. We have a set of platers. For a plating അടുക്കി വെച്ചേക്കാം. Each plate is divided into set of tracks, and each track is divided into set of sectors. The track of same diameter is known as a cylinder. This shaft can rotate like this, and this shaft can rotate like this. Look at this one itself. Now imagine you have ഞാൻ പറയുന്നത് കേൾക്കാം. നമുക്ക് കുറെ പ്ലേറ്റുകൾ ഉണ്ട്. കുറെ പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചേക്കാം. അടുക്കി കുറെ ഒരേപോലത്തെ കുറെ പ്ലേറ്റുകൾ അടുക്കി വെച്ചേക്കാം. സെയിം പരന്ന പ്ലേറ്റുകളാണ്. നടുവിലൂടെ ഒരു സ്പിൻഡിൽ നടുവിലൂടെ സ്പിൻഡിൽ ഉണ്ട്. അപ്പൊ സ്പിൻഡിൽ കറക്കാൻ എന്ത് പറ്റും? നമുക്ക് പ്ലേറ്റ് കറക്കാൻ പറ്റും. എല്ലാ പ്ലേറ്റും ഒരേപോലെ കറക്കും. ഇത് ക്ലിയർ? കുറെ പ്ലേറ്റ് അടുക്കി വെച്ചേക്കാണ്. നടുവിലൂടെ സ്പിൻഡിൽ ഒരു ആണി പോലെ സാധനം, ഒരു കമ്പ് കയറ്റി വെച്ചേക്കാം. ഈ കമ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷൻ വരച്ചിട്ടുണ്ടാവും. ഈ കമ്പ് കറക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എല്ലാ പ്ലേറ്റും കറക്കാൻ പറ്റും അല്ലെ? അങ്ങനെ റൊട്ടേഷൻ മോഷൻ എന്ന് പറയും, റൊട്ടേഷൻ ലാറ്റൻസി. ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും. അതാണ് പ്ലേറ്ററിന്റെ ഐഡിയ. പ്ലേറ്റർ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് വൺ, ദിസ് ആം അസംബ്ലി. ഇവിടെയാണ് റീഡർ ഹെഡ് വെച്ചേക്കുന്നത്. റീഡർ ഹെഡ് എങ്ങനെ മൂവ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, പ്ലേറ്റ് ഇങ്ങനെ വട്ടത്തിൽ കറക്കുകയും ചെയ്യാം. പ്ലേറ്റ് കറക്കാം, ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ഓരോ പോയിന്റിലും നമുക്ക് എത്തിക്കാൻ പറ്റും. റീഡർ ഹെഡ് ക്യാൻ ടച്ച് ഈച്ച് പോയിന്റ് ഇൻ ദിസ് പ്ലാറ്റർ, എനി പ്ലാറ്റർ. ഓക്കെ, ഇത് റീഡർ ഹെഡ് ഇവിടെ ഒരെണ്ണമുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. എത്ര പ്ലേറ്റിൽ നമുക്ക് ഡേറ്റ് റൈറ്റ് ചെയ്യണോ അവിടെ എല്ലാത്തിലും റീഡർ ഹെഡ് ഉണ്ടാവും. ഫോർ ഈച്ച് പ്ലാറ്റർ there are 2 റീഡർ ഹെഡ്സ്. ഇവിടെ ഉണ്ട് 2 എണ്ണം, ഇവിടെ ഉണ്ട് 2 എണ്ണം. അപ്പൊ 3 പ്ലേറ്റിന് 6
റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവും. ഈ റീഡ് റൈറ്റ് ഹെഡ് വായിച്ചിട്ട് പേരെന്താ? റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെഡ്. ഈ ഹെഡ് ഉപയോഗിച്ച് മാത്രമേ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഹെഡ് നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് യോക്കും മാഗ്നറ്റിക് കോയിലുമാണ്, മാഗ്നറ്റിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് ഉപയോഗിച്ച് താഴത്തെ റൈറ്റ് ചെയ്യണമെങ്കിൽ 0 റൈറ്റ് ചെയ്യണമെങ്കിൽ ആ മാഗ്നറ്റിക് പൊടി മാറ്റിയാൽ മതി. 1 റൈറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡയറക്ഷൻ മാറ്റിയാൽ മതി. റീഡ് ചെയ്യുന്നത് അതെ, ഇവിടെ എന്താണെന്ന് റീഡ് ചെയ്താൽ മതി. ഐഡിയ. എന്നിട്ട് പറയാം, കുറെ പ്ലേറ്റുകൾ അടുക്കി വെച്ചേക്കാണ്. നടുവിലൊരു കോയിലുണ്ട്, ഒരു സ്പിൻഡിലുണ്ട്. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ് ഓരോന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് നമുക്ക് എല്ലാം റൊട്ടേറ്റ് ചെയ്യാം. ഈ ആം അസംബ്ലി ക്യാൻ മൂവ് forward and backward, and the spindle can move in circular motion. That means the read-write head can touch each point on the platter, on every platter. That means we can write at every point in the platter. Okay, clear? Now we'll learn some of the terms. This is a platter. This platter is divided into a set of tracks. പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് ഡിഫറെന്റ്, കുറച്ച് ക്ലിയർ ആവാനാണ് ഫിഗർ എല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാ ഫിഗറോടെ കണ്ടു പഠിക്കുന്ന ഒറ്റ ഫിഗർ തന്നെ ഉള്ളൂ. Okay, each platter is divided into circular tracks. If you look at this figure, this is a platter. This platter is divided into a set of circular tracks. Synthetic track റോഡിൽ അത്ലറ്റിന് ഓടാൻ വേണ്ടി ട്രാക്ക് വരയ്ക്കുന്ന പോലെ സർക്കുലർ ട്രാക്ക് ആയിട്ട് വരച്ചിട്ടുണ്ടാവും. സർക്കുലർ ട്രാക്ക് ഓരോ സിലിണ്ടറും ഒരേ കോൺസെൻട്രിക് സർക്കിൾ, ഒരേ ഡയമീറ്റർ, ഒരേ റേഡിയസിലാണ് സർക്കിൾ എല്ലാം വരയ്ക്കുന്നത്. We have a set of circular tracks. അപ്പോ എല്ലാ പ്ലേറ്റും ഇമാജിൻ ചെയ്ത്, എല്ലാ പ്ലേറ്റിനും ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ഉള്ള സർക്കുലർ ട്രാക്ക് ഇമാജിൻ ചെയ്ത് that will form a cylinder. Clear? കുറെ പ്ലേറ്റ് ഉണ്ട്, കുറെ പ്ലാറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സർക്കുലർ ട്രാക്ക് വരച്ചിട്ടുണ്ട്. സെയിം ഡയമീറ്റർ ഉള്ള അഥവാ സെയിം റേഡിയസ് ഉള്ള എല്ലാ ട്രാക്കും ഇമാജിൻ ചെയ്യുക. ഓരോ പ്ലേറ്റിലെയും look at the first plate, look at the circular track with around diameter of 1 centimeter diameter ഉള്ള ഒരു ട്രാക്ക് ഇമാജിൻ ചെയ്തു. രണ്ടാമത്തിൽ അതേ ഡയമീറ്ററിൽ വേറെ ട്രാക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ എല്ലാം കൂടെ ഫോം ചെയ്യുമ്പോൾ സർക്കിൾ ഒരു സിലിണ്ടർ ആവില്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് സിലിണ്ടർ. ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ബ്ലൂ കളർ കാണിക്കുന്നതാണ് സിലിണ്ടർ. അത് ഒരേ ഡയമീറ്ററിലെ എല്ലാ പ്ലേറ്ററിന്റെയും ട്രാക്കുകൾ ചേരുമ്പോൾ അത് സിലിണ്ടർ ആയി. ഓക്കെ, നൗ റെഡ് കളർ വരച്ചിട്ടുണ്ടോ? ദിസ് ഇസ് സെക്ടർ. നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് സെക്ടേഴ്സ് എന്താണ്. ഓരോ ട്രാക്ക് ഇങ്ങനെ സെക്ടറായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. റെഡ് കളർ കാണിക്കുന്ന ഒരു സെക്ടേഴ്സ് ആണ്. നമ്മൾ സർക്കിൾ വരയ്ക്കും, ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിൾ സെന്റർ ഉണ്ടാവും, റേഡിയസ് ഉണ്ടാവും, പെരിമീറ്റർ ഉണ്ടാവും. അതേപോലെ നമുക്ക് സർക്കിൾ സെക്ടേഴ്സ് വരയ്ക്കാം. കോഡും സെക്ടേഴ്സും പഠിക്കുന്ന ഓർമ്മയില്ലേ? അതേപോലെ സെക്ടേഴ്സ് വരയ്ക്കാം. ഇങ്ങനെയാണ് ഇതിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് സെക്ടേഴ്സ്. The thing is that each sector should store exactly same amount of data. They are storing 512 bytes in each sector. See, ഇവിടെ കുറെ സ്ഥലമുണ്ട്. ഇവിടെ 512 bytes സ്റ്റോർ ചെയ്യുന്നത്. ഏറ്റവും ഉള്ളിലേക്ക് വന്നാലും 512 bytes സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. താഴേക്ക് ഡാറ്റ കൂടുകയൊന്നുമില്ല. Here all we store 512 bytes of data. This is clear. So we'll go some of the definitions. Each track is divided into segments called sectors, and each sector can store 512 bytes. Because there are so many sectors and a file size is more than 512 bytes, sectors are grouped into clusters. And drives control addresses these clusters. Number of sectors per cluster is depends on the device. Okay. See, just sum up all those things again. Here we have learned what a track is. Track is a concentric ring on one side of the plate. Plate side track എന്ന് പറയുന്നത്. Sector എന്ന് വെച്ചാൽ ഒരു ട്രാക്കിലെ സെക്ഷൻ ആണ്. See, this is a sector. This is also a sector. This is a sector. Each track is divided into a set of sectors. ഒരു ട്രാക്ക് മാത്രം എടുത്തിട്ടുള്ളൂ. This is a sector. Okay. Each platter is two-sided. The number of heads is the number of platters into 2. എത്ര plates ഉണ്ടോ into 2 ആയിരിക്കും number of tracks. Cylinder എന്ന് പറഞ്ഞാൽ എന്താ? Cylinder is a collection of all tracks at certain position. ഒരേ സ്ഥലത്തുള്ള എല്ലാ ട്രാക്കിന്റെ കളക്ഷൻ ആണ് സിലിണ്ടർ എന്ന് പറയുന്നത്. See, this figure looks like a cylinder.
A hard disk can be internal. Internal means inside the system unit, or it can be external. Internal, it is connected using a parallel cable. External hard disk is connected outside the system unit through a USB port. USB port വഴിയാണ് external hard disk connect ചെയ്യുക. Okay. Same figure, we have long set of tracks. There is a track under, there are 200 tracks. Outermost track is numbered 0, 1, 2, 3, etc. So last inside track is numbered as 199. Okay, the track is numbered from 0 to the number of tracks. If you have 200 tracks, it is numbered from 0 to 199. If you have 10 tracks, it is numbered as 0 to 9. Okay. This is how the disk is organized. These are sectors. Each track is divided in sectors. So this is a sector. This is another sector. This is a sector. Now there are two types of heads: fixed head and movable head. What you have learned is movable head. The head is moving forward and backward. അതാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം. ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതിന് മുമ്പ് ഇത് ഡിസൈൻ ചെയ്ത മുമ്പ് ഫിക്സഡ് ഹെഡ് ഉണ്ടാവും. ഹെഡ് ഫിക്സഡ്, ഹെഡിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദിസ് ഇസ് എ ഫിക്സഡ് ഹെഡ്. അപ്പൊ എന്താണ് നമുക്ക് ഓരോ ട്രാക്കിലും ഓരോ റീഡ് ഹെഡ് വേണം. This is the earlier one. ആദ്യത്തെ attempt ആണ് fixed head. In the case of fixed head, we have a lot of read-write heads in one stick. ഇതിനകത്ത് എത്ര കൂടുതൽ ഹെഡുകൾ, എത്ര ട്രാക്ക് ഉണ്ടോ അത്ര ഹെഡ് വേണം. അതിനുശേഷമാണ് നമ്മൾ മൂവബിൾ ഹെഡ് വേണ്ടത്. അപ്പോൾ ഒരെണ്ണം മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. This is what we have learned. Movable head is what we have learned. Okay. This is an example of a hard disk. നമ്മൾ ഈ പറയുന്ന പോലെ എത്രയും വലുതൊന്നുമല്ല, ഇത്രയും ആകെ ഉള്ളൂ. സിസ്റ്റത്തിന് അകത്ത് വയ്ക്കുന്ന സംഭവമാണ്. This is your head. ഇതാണ് ഹെഡ്. ഈ കുഞ്ഞു കാണുന്നതാണ് ഹെഡ്. ഹെഡാണ് ഈ കാണുന്ന സംഭവം. This is a magnetism. നേരത്തെ കുറച്ച് കേബിൾ ഇല്ലേ, മാഗ്നറ്റിക് കോയിൽ ആൻഡ് കണക്ഷൻസ്. These are set of platters. എത്ര platters ഉണ്ട്? We have 3 platters. So there will be 6 read-write head. ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, അതേപോലെ താഴെ ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇതിന് താഴെ ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇതിന് താഴെ ഉണ്ടാവും. വളരെ ചെറുതാണ്, നമ്മൾ കാണാത്രയും വലുപ്പമൊന്നുമില്ല, വളരെ ചെറുതാണ്. ഇതെല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്ക് എങ്ങനെയാ? ഡിസ്ക് ക്യാൻ റൊട്ടേറ്റ്. ഇവിടെ കണ്ടോ, ദിസ് ഇസ് സ്പിൻഡിൽ. കാർത്തിക് സ്പിൻഡിലാണിത്. ഡിസ്ക് ക്യാൻ, ഇത് കാണുന്നുണ്ടോ? ദിസ് ഇസ് സ്പിൻഡിൽ. ഇത് മൂവ് ചെയ്യാം, ഇത് റൊട്ടേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാം. ഈ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തേക്കും ഡാറ്റ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യും. Okay, now we learn some theory about hard disk. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, but just listen. Hard disk drive is the most popular type of secondary storage device for personal computers. Even though there are a lot of technology emerging, hard disks remain the second standard because of high capacity and low cost. Capacity കൂടി വരികയാണ്, cost കുറഞ്ഞു വരികയാണ്. Okay, it has high capacity and the cost is low, so it remains the standard till now. The memory is non-volatile. We can erase the content due to power failure, retain content when power is switched off. It contains a series of solid rounded disks known as platters made up of magnetic material. Each platter is divided into concentric circles called tracks, which is again divided into what? Sectors. Okay. Each platter has a separate read-write head to read and write the content. The number of sectors is same for all tracks. A sector will hold 5 bytes of data. Okay. A cylinder is set of all tracks the same diameter in a hard disk drive. Read-write head can move back and forth across a platter. The center spindle allows the platter to rotate at high speed. Center spindle, platter rotating at high speed. എത്ര സ്പീഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്ര സ്പീഡിൽ ഡാറ്റ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും. So these are some of the advantages and disadvantages. I discussed high storage capacity. Stored items are not lost when you switch off the computer. Keep on a cost per megabyte compared to other storage devices. Faster than optical discs like DVDs. Can be easily replaced and upgraded. Disadvantage is that it relies on moving parts. A rotation spindle moving part hard disk drive can be damaged. Power consumption is higher.
സോ നമ്മൾ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസിനൊന്നും ഹാർഡ് ഡിസ്ക് സൂട്ടബിൾ അല്ല. നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ പവർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാത്ത ഡിവൈസിലേക്ക് അത്രയും സൂട്ടബിൾ അല്ല. നോയ്സി ആണ്, സ്ലോവർ റീഡ് സ്പീഡ് ദാൻ റാം. ഇവൻ ദോ ഇറ്റ്സ് നോട്ട് എ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് കൂടി പറഞ്ഞുകൂടെങ്കിലും പറയുമ്പോൾ റാമിനേക്കാൾ സ്പീഡ് കുറവാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. റാമിനാണ് കൂടുതൽ സ്പീഡ് വേണ്ടത്. I think it's clear. It's about hard disk. I think it's clear now. This is the basic thing behind any magnetic storage mechanism. Magnetism is behind working. Okay. The next magnet device is magnetic tape. Okay, tape in the tape is a sequential storage devices. One by one, sequential storage. It's a medium for magnetic recording made of thin magnetizable coating on a long, narrow strip of plastic film. A device that stores computer data on a magnetic tape known as a tape drive. The tape working someone. It is suitable for offline storage of large amount of data and used widely for shipping information when telecommunication was not available. This is not the later one. പഴയതാണ്, ഒരുപാട് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ വഴി, നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് വഴി, നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോ കോൺഫറൻസ് വഴി ഒന്നും ഡാറ്റ സെറ്റ് ചെയ്യാൻ പറ്റാത്ത കാലത്ത് ചെയ്തിരുന്ന സ്റ്റോറേജ് മെക്കാനിസമാണ് മാഗ്നറ്റിക് ടേപ്പ്. Tape is a plastic ribbon, usually half inch wide, that is coated on one side with iron oxide material which can be magnetized. Okay. The data are recorded on the tape in the form of tiny invisible magnetizable spots on the iron oxide side of the tape. Data recording എങ്ങനെയാ? വളരെ ചെറിയ ഇൻവിസിബിൾ ആയിട്ടുള്ള മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് ആണ് അയൺ ഓക്സൈഡ് സൈഡിൽ. അടുത്തും അതേപോലെ തന്നെ മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് ആണ് അതിനകത്തുള്ളത്. ഞാൻ പൊടിന്ന് കാണിച്ച എക്സാമ്പിൾ കാണിച്ചതാണ്. ഇറ്റ് ഇസ് എ മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് ജസ്റ്റ് ലൈക്ക് ദിസ്. അയൺ ഓക്സൈഡ് മെറ്റീരിയൽ ആണ് അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഇവിടെ മെത്തഡോളജി സെയിം തന്നെയാണ്. A separate read-write head is used for each track on the tape so that all bits of the character can be read and written in parallel. Each head consists of a magnetic yoke and a magnetizable coil. Positive pulse of current is applied to the magnetized coil. A magnetic flux is set up in the clockwise direction around the right head. Okay. See, the plus voltage കൊടുക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഡയറക്ഷൻ എസ് എൻ ആവും. This is a binary one. Minus plus നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിലോ എൻ എസ് ആവും. This is a binary zero. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ അതെ സൗത്ത് നോർത്ത് ആണോ അങ്ങനെ ബൈനറി വൺ ആയിരിക്കും, നോർത്ത് സൗത്ത് ആണോ ബൈനറി സീറോ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. എസ് എൻ തന്നെ വൺ ആവണമെന്നില്ല, എൻ എസ് വേണമെങ്കിൽ വൺ ആവാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോഡിങ്. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. രണ്ട് പൊസിഷൻ കിട്ടിയാൽ മതി. ഇവിടുത്തെ എല്ലാ ടൈമിലും രണ്ട് പൊസിഷൻ കിട്ടിയാൽ മതി. സ്വിച്ച് ആണെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം. അതേപോലെ മാഗ്നറ്റിക്സ് ആണെങ്കിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ട്, എസ് എൻ ഓർ എൻ എസ്. അതനുസരിച്ച് ബൈനറി സീറോ റേഡിയോ, ബൈനറി വൺ റേഡിയോ ചെയ്യും. ഓക്കെ. നോ ടേപ്പ് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണല്ലോ. പണ്ടത്തെ ഫിലിംസിലൊക്കെ ഉപയോഗിച്ചത്, പഴയ സിനിമയിലെ കാണാം, ഫിലിമിന്റെ പെട്ടിയിലൊക്കെ ടേപ്പ് പോലെ കൊണ്ടുവന്നുണ്ടാവും. അതേപോലത്തെ സംഭവമാണ്. പണ്ടത്തെ കാലത്ത് വീട്ടിൽ ടേപ്പ് റെക്കോർഡറൊക്കെ ഉണ്ടാവും. ആ ടേപ്പ് റെക്കോർഡർ വർക്ക് ചെയ്യുന്ന ഇതേ കൺസെപ്റ്റ് ആണ്. ടേപ്സ് ഉണ്ടാവും. Okay. This tape is divided into vertical columns called frames and horizontal rows known as track. Each character is recorded per frame using any of the alphanumeric codes. There will be usually 9 tracks. 8 tracks record 1 byte data and 1 bit for parity. See, ഇതാണ് ഒരു മാഗ്നറ്റിക് ടേപ്പ് എന്ന് വിചാരിക്കും. അതിന് ഇവിടെ 5 ട്രാക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0, 1, 2, 3 4 ട്രാക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി 4 അല്ല, 9 ട്രാക്ക് ഉണ്ട്. 9 ട്രാക്സ് ഉണ്ടാവും. ഓരോ ട്രാക്കിലും ഓരോ ഹെഡ് ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടൊരു മൂവ് ചെയ്യണ്ടേ, ഈ ഹെഡിനെ അങ്ങോട്ട് ടേപ്പിന് മൂവ് ചെയ്തോണ്ടിരിക്കും. ഹെഡ് ഫിക്സ്ഡ് ആണ്. ടേപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹെഡ് ഉപയോഗിച്ച് നമുക്ക് റീഡിയോ റൈറ്റ് ചെയ്യാം. ഹാർഡ് ഡിസ്കിൽ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് റീഡിയോ റൈറ്റ് ചെയ്യുന്നത്. ടേപ്പിൽ നമുക്ക് അങ്ങോട്ട് വൈൻഡ് ചെയ്തോണ്ടിരിക്കാം, ടേപ്പിൽ കറക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ. ഇത് ഈ ഓരോ ട്രാക്കിനെ വെർട്ടിക്കൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രെയിം എന്ന് പറയും. ഒരു ഫ്രെയിമില് നമുക്ക് ഒരു ബൈറ്റ് ഡാറ്റ, ഒരു ബൈറ്റ് എന്ന് വെച്ചിട്ട് 8 ബിറ്റ് ആണ്. 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. 9 ട്രാക്ക് എന്തിനുണ്ട്? ഒരു ബിറ്റ് പാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എറർ ഉണ്ടോ എന്ന് അറിയാം. 8 ബൈറ്റ് റീഡ് ചെയ്തു അതിനകത്ത് ഒരു ചെക്കിംഗ് ആയിരിക്കും നമ്മൾ 9th സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പാരിറ്റി ഈവൻ നമ്പറോ ഓഡ് നമ്പറോ ആണ് ചെക്ക് ചെയ്യാനുള്ള പാരിറ്റി ബിറ്റ് ആണ് ലാസ്റ്റ് ബിറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. This is how a magnetic tape works.
The advantage is that unlimited storage, high data density, low cost, rapid transfer of data, long-term storage, reusable, ease of handling, and portability. This is compared to old era. Okay. Disadvantage is that there is no direct access because it's a secret access device. Indirect interpretation. There will be environmental problems, dust, humidity. പൊടി പിടിച്ചാലും ഹ്യൂമിഡിറ്റി നല്ലൊക്കെ ഡേറ്റ പോകും. അപ്പൊ പണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണ കാസറ്റ് ഒക്കെ ഉണ്ടാവും. ആ കാസറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. അതേ മെക്കാനിസം ആണ്. അത് കുറെ നേരം കഴിയുമ്പോൾ അത് മുഴുവൻ പൂപ്പല് പിടിച്ചെല്ലാം നശിച്ചു. ഇതുപോലെയാണ് മാഗ്നറ്റിക് ടേപ്പ്. നെക്സ്റ്റ് തിങ് ഈസ് ഫ്ലോപ്പി ഡിസ്ക്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഫ്ലോപ്പി ഡിസ്ക് ഒക്കെയാണ് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോപ്പി ഡിസ്ക്. എന്നേക്കാൾ കുറച്ച് മുമ്പുള്ളവർ ഇത്രയും വലിയ ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ കാലത്ത് കുഞ്ഞു ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. ഇതിനകത്ത് കേസിൽ നമ്മൾ വിചാരിക്കും വലിയതിൽ കൂടുതൽ ഡാറ്റ കൂടുന്നത്. ഡാറ്റ ചെറുതാവുന്നതും കൂടിക്കൂടിയ വരുന്നത്. This is 5.2 inch diameter ആണ് ഇത്. ഇത് 8 inch ആണ് എഴുതാൻ പറ്റുമോ? This is 8 inch diameter. This is 5.2 inch diameter. This is 3.5 inch diameter. It can store, this can store 1.44 MB. ഇതിലൊക്കെ 1.2 MB കയറും. MB മെഗാബൈറ്റ്സ് മാത്രമേ കയറുള്ളൂ. ഓക്കെ, സോ വൈ ഡു വി സേ ഡയമീറ്റർ? ഇത് റെക്ടാങ്കിൾ അല്ലേ? എന്തുകൊണ്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്? കാരണം ഇതിനുള്ളില് വട്ടത്തിലുള്ള സാധനം ഉള്ളത്. ഇങ്ങനെ വട്ടത്തിലുള്ള റൗണ്ടിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോഴും ഡയമീറ്ററിൽ പറയുന്നത്. Okay. Here, all these floppy disks are magnetically coated round plastic material. Circular hole in the center of the drive is spindle. The medium contained in a square plastic cover that has a small oblong opening in both sides to allow the drive's head to read and write data, and a large hole in the center to allow the magnetic medium to spin by rotating it from the middle hole. Okay. Inside the two layers of fabric with magnetic material sandwiched in middle. What does it mean is plastic color. This is one. This is the one which is inside. This one. This is the one which is inside. അത് ചുറ്റും പ്ലാസ്റ്റിക് ആയിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിന്റെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാസ്റ്റിക് കോട്ട് ഇട്ടേക്കുന്നത്. പ്ലാസ്റ്റിക് കോട്ട്, പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു മാഗ്നറ്റിക് റൗണ്ടുള്ള സാധനം ഫിക്സ് വെച്ചേക്കാണ്. ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്. ഓക്കെ, പല ഡയമീറ്ററിൽ വരുന്നുണ്ട്. 5.2 ഇഞ്ചും 3.5 ഇഞ്ചും കോമൺ. 3.5 ആകുമ്പോഴേക്കും ഡാറ്റ കൂടുതലാണ് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. Now we'll learn more about floppy disk 3.5 inch diameter. This introduced by IBM in 1972. Low cost, portable, smaller, simpler, cheaper, removable. It has a removable plastic diskette coated with a magnetic material, enclosed in a jacket known as a cartridge. Information is read and write through a hole in the cartridge. Okay. There will be 8. This is important. We have 80 tracks. We will end the track under 18 sectors per track. 5 bytes per sector. Data. 1.44 MB. 80 tracks. In the track under 18 sectors per track. 5 bytes per sector. MB. This is RPM. 360 rotation per minute. One minute rotation is 360. Rotate data write. The transfer rate is 500 kb per second. This is the read write. This is magnetic material. Read write. This is the read write. Okay, this one. The round magnetic material. Data write. Data write. Radio write. അതൊരു റൈറ്റ് പ്രൊട്ടക്ഷൻ നോച്ച് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി റൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി റൈറ്റ് പ്രൊട്ടക്ട്, ഇനി ഒരിക്കലും റൈറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ നോച്ച് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും മാറ്റാം, വീണ്ടും റൈറ്റ് ചെയ്യണമെങ്കിൽ അത് മാറ്റിയിട്ടാൽ മതി. CD
can hold up to 700 MB of data or 8 minutes of audio. 700 MB അല്ലെങ്കിൽ 8 minutes audio സ്റ്റോർ ചെയ്യാൻ പറ്റും. Data stored on a disk as a series of microscopic pits in tensions. A laser is shown into reflective surface on the disk to read pattern of pits and lines. Pits with gap between them are known as lines. Okay. Because the depth of pits is approximately 1/4 to 1/6 of the wavelength of a laser, laser light is used to read this. I'm not reading it. I'm telling you what it is. So we have a laser. We have a CD. Okay. CD at the laser beams ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. ലേസർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അത് ചെറിയ ചെറിയ തുളകൾ ഉണ്ടാക്കാം. ഓരോ തുള ഒരു ഡേറ്റ റീഡ് ചെയ്യും. Okay. For pits and lands, that's what it is meant. We are reading the patterns of pits and land. Land വെച്ച് എന്താ നിരപ്പായ സ്ഥലം, പിറ്റ് വെച്ച കുഴി. ലേസർ തുറന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കുഴി ഉണ്ടാവും. അപ്പൊ ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കുഴി ഇട്ടാൽ മതി. 0 ആണെങ്കിൽ കുഴി വേണ്ട, 1 ആണെങ്കിൽ കുഴി വേണ്ട. 1 ആണെങ്കിൽ കുഴി, 0 ആണെങ്കിൽ കുഴി. 0 വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. 2 പൊസിഷൻ മതി, കുഴിയുണ്ട് കുഴിയില്ല. പിറ്റ് ആൻഡ് ലാൻഡ്. ഇങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. Okay. And this data is converted into binary. This is converted to binary data. This is how we write data in a CD-ROM. CD-ROM is initially used for audio. It is high capacity read-only storage. 1.2 mm thick, 50 millimeter hole center. This is central hole. In the hole, the കറക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട ഹോൾ. ഫ്ലോപ്പി ഡിസ്കിലുണ്ട്, CD-ROM മിക്കവാറും എല്ലാ ടെക്നോളജിയിലും ഉണ്ടാവും. This is made up of polycarbonate coated with a reflective surface, usually aluminum. Data is imprinted as a microscopic pits on the reflective surface. Reading and writing is using laser beam. But magnetism and optical ആണ്. Laser beams ഉപയോഗിച്ചിട്ടാണ് റൈറ്റിയോ റേഡിയോ ചെയ്യുന്നത്. See, ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കോൺസെൻട്രിക് സർക്കിൾസ് എന്ന ട്രാക്സ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്പൈറൽ പോലെയാണ്. ഓക്കെ, ഇവിടെ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുകയാണ്. സർക്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വരെ ഇങ്ങനെ സ്പൈറൽ പോലെ, സ്പൈറൽ ഗ്രൂവ് ആണ്. സ്പൈറൽ ഗ്രൂവ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്തത്. That's the difference. The DVD. DVD stands for Digital Versatile Disk. It is a special type of optical media used for storing digital data. Same size as a CD, but it has a larger storage capacity. Some video store ചെയ്യാൻ റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് DVD. DVD ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റയർ ആണ്, കുറവാണെന്ന് മാത്രം. DVD can store 4.7 GB of data. പക്ഷേ CD-യിലാണെങ്കിൽ around 700 MB മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. There are different types of DVDs. Single layer DVD, single side, single layer, double side, double layer, single side, double layer. അങ്ങനെ പല DVDs ഉണ്ട്. Dual layer DVD. Dual layer means 2 layer ഉണ്ടാവും. 2 layers of data on a single side of the disk. Dual sided DVD can store അതിനനുസരിച്ച് capacity കൂടും. We have dual layer means 2 layer of data on a single side of a disk. ഒരു ഡിസ്കിന്റെ ഒരു സൈഡിൽ തന്നെ 2 ലെയർ ഡാറ്റ ഉണ്ട്. ഇതിൽ കാണിച്ച 2 ലെയർ ഉണ്ട്, ഡാറ്റ എ ആൻഡ് ഡാറ്റ ബി. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പിറ്റ്സ് ആൻഡ് ലാൻഡ് വെച്ചിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പിറ്റ് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പിറ്റ് ഉണ്ടാക്കാം. രണ്ട് ലെയർ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. വലുപ്പം ഇത്രയേ ഉള്ളൂ, പക്ഷെ 2 ഡിസ്കിന് അതേ പർപ്പസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. Similarly, we have a dual-sided DVD can store 9.4 GB of data. A dual-sided DVD can store 17.1 GB of data. Clear? ഒരു ഒറ്റ ലെയർ മാത്രം, ഒരു സൈഡ് ഒരു ലെയർ മാത്രമാവാം, ഒരു സൈഡിൽ 2 ലെയർ ആവാം, 2 സൈഡിൽ 2 ലെയർ ആവാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ DVD സ്റ്റോർ ചെയ്യാൻ പറ്റും. These are some of the examples of DVDs. DVD-R, DVD recordable. Okay, record ചെയ്യാൻ പറ്റും. DVD-RW, read and write. DVD-RAM, digital versatile disk random access memory, can be erased and rewritten. ഇതിന്റെ ഡാറ്റ കപ്പാസിറ്റിക്ക് വ്യത്യാസം. ഇത് ബ്ലൂ-റേ ഡിസ്ക് ആണ്. ഇത് ഓപ്റ്റിക്കൽ ടെക്നോളജി തന്നെയാണ്. A Blu-ray disc uses blue-violet laser to read and write data because it has shorter wavelength. നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? It can store huge amount of data compared to DVD. Okay, look at this one. DVD can hold around 700 MB of data. MB means megabyte. Okay, 700 MB of data.
A DVD can hold 4.7 GB. GB means gigabytes of data. A single Blu-ray disc can hold up to 25 GB of data. See the difference. 700 MB in the 4.7 GB vare. That's 25 GB vare. Even a double-sided dual-layer DVD can hold only 17 GB data. Okay? Blu-ray is 25 I. Dual-layer Blu-ray disc will be able to store 50 GB of data. But ഏറ്റവും data store ചെയ്യാൻ പറ്റുന്ന optical disc ഒന്നാണ് this is one Blu-ray disc. ഒരു dual-layer DVD dual-layer Blu-ray disc ആകുമ്പോൾ 50 GB. See, imagine 50 GB. നമ്മൾ MB ന്ന് GB ലേക്ക് എത്തി. പിന്നെ ആരും CD ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് പതുക്കെ മറന്നുകൊണ്ടിരിക്കുന്നത്. DVD കോമൺ DVD ആരും ഉപയോഗിക്കുന്നില്ല. Blu-ray disc മതി. അത് 50 GB data store ചെയ്യാൻ പറ്റും. Okay, this is some of the technical terms. When you write disk, DISK, it refers to flash drive. Hard disk is DISK spelling. The CD, DVD, Blu-ray, it is disk, DISK. DISC, disk, DISC. Material spelling DISK. Okay. Drive means the mechanical components of the read-write to read-write data on the disk. Read-write head down, writing data in a mechanical component drive in the disk means the equipment in which we write the data. Okay, this is a flash drive. You know what it is. Flash drive. Flash drive, pen drive, flash drive has many names. USB flash drive, gem drives, thumb drives, pen drives, USB keychain drives, etc. In the variable channel, this is a small data storage device that uses flash memory, and it has a built-in USB connection. USB connection, this type of connection is known as USB. This is a USB connection. Built-in USB connection okay. This is the GBs of data storage. Weight channel is a pen-like storage. Pen in the pocket DVD, Blu-ray disc, DVD, CD, they are coming to flash drive. You need only flash drive. Now the read or write your share. That is CD write we can write again. Then read or write your share. Or mini hard disk okay, this is about flash drive. So upstate okay, so we need only this one. Flash drive is enough. Data storage capacity video write rewritable. So we are more frequently we will be addicted to flash drives. Okay, last one is memory cards. Memory card mobile device SD card. SD card is memory card. Camera card. This is about memory card. This is a type of storage device that is used for storing media and data files. It gives a permanent non-volatile medium to store data and files from the attached device. Memory cards are commonly used in small portable devices such as cameras and mobile phones. Okay. We are summing up. We are going to give you a summary of all these things. This is the characteristics of memory. Just recap. Just remember what you have learned. You have learned different types of memory and the camera. Memory types can be process registers, cache memory, main memory, secondary memory. Memory size triangle process register in a cache main, secondary memory triangle. Process registers are of few thousand bytes. Cache memory is kilobyte to megabyte. Main memory is gigabytes. Secondary memory terabytes. This is the standard. Memory is the and main memory MB secondary memory GB main memory gigabyte secondary memory terabyte okay. Memory location can be internal inside system unit. It can be external, that means outside system unit. But internal external hard disk internal external hard disk USB drive it is external. CD-ROM it is external. RAM and ROM it is internal. It depends upon the memory type. Location also changes.
Next is word length. The memory stores information in a group of bits known as words. Byte നമ്മൾ പഠിച്ചു. Exactly 8 bits ചേർന്ന byte. 1024 bits ചേർന്ന എന്തായി? 1024 bytes ചേർന്ന എന്തായി? കിലോബൈറ്റ്സ്. വേർഡ് നേരെ പ്രത്യേകിച്ച് ഇതില്ല. മെമ്മറി കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ 2 വേർഡോ 3 വേർഡോ സ്റ്റോർ ചെയ്യാം. 16 bits combination, 16, 64, 32. Depends on what the system, the word varies. Addressable unit can be byte or a word. Unit of transfer, main memory and word, secondary memory and block of memory. Block, fit memory. Access method can be sequential or direct. Performance. Fast access is cost. CPU registers are very costly. With the cache memory costly. Main memory less cost. Cost cheap. പക്ഷെ സ്പീഡ് കുറവായിരിക്കും. സൈസ് കൂടുതലായിരിക്കും, സ്പീഡ് കുറവായിരിക്കും, താഴേക്ക് വരുന്നത്. ഫിസിക്കൽ മെമ്മറി ക്യാൻ ബി സെമികണ്ടക്ടർ മെമ്മറി, മാഗ്നറ്റിക് മെമ്മറി, ഓപ്റ്റിക്കൽ മെമ്മറി കൂടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ക്യാൻ ബി വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, സ്റ്റാറ്റിക്, ഡൈനാമിക്, റീഡ് ഓൺലി, റീഡ് റൈറ്റ് മെമ്മറി. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക, റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ദിസ് ഇസ് സമ്മറി. Access time means average time to read write operation. Memory cycle means access time plus time elapsed between the next access. Memory cycle. Memory cycle process recap. Okay. Data transfer rate means the minimum amount of information that can be transferred to or from memory per unit time is known as data transfer rate or bandwidth. The reliability, it is measured as the average time before failure. In the most reliable, ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു, നമ്മൾ എത്ര കാലം ഉപയോഗിച്ചു? 2 വർഷം ഉപയോഗിച്ചു. ഒരു സിസ്റ്റം വാങ്ങിച്ചു, എത്ര കാലം ഉപയോഗിച്ചു? അതാണ് അതിന്റെ റിലയബിലിറ്റി, വിശ്വസനീയത. എത്ര കാലം ഉപയോഗിക്കാൻ പറ്റി? Okay, this is just a summary which should be helpful for writing your exam. Primary memory, difference between primary memory and secondary memory. You have learned all those things, you can write it. I'm just recapping this. Primary memory is categorized as volatile and non-volatile, but secondary memory is always non-volatile. Primary memory is internal. Secondary memory is backup memory, additional memory, or auxiliary memory. In the case of primary memory, data is directly accessed by the system unit, processing unit. That's a basic difference. Primary memory and matrame system ഉപയോഗിക്കാൻ പറ്റുള്ളൂ. CPU access ചെയ്യണമെങ്കിൽ memory should be in primary memory. Okay. In the case of secondary memory, data cannot be accessed directly by the processor. It is first copied from the secondary memory to the primary memory. Only then CPU can access. Formation. It's a volatile memory, meaning data cannot be retained in the case of power failure. But here also, ROM is non-volatile. But here it is always, in the case of secondary memory, it's always non-volatile memory. In the case of primary memory, it holds data information that is currently being used by processing unit. Capacity is in GBs. It stores substantial amount of data information. Capacity generally GB to TB. കൂടുതൽ capacity ഉണ്ടാവും, ഇവിടെ കുറച്ചേ ഉണ്ടാവും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് primary memory. Primary memories can be accessed by data bus. Secondary memory is accessed by I/O channels. This will learn in the next slide, next video. Costlier, which is costlier? Secondary or primary? Of course, primary memory is costlier than the secondary memory. Secondary memory is cheaper, larger, but speed will be less. Okay. About this. So one of my questions is, why don't we use the characteristics of secondary memory in the case of primary memory? Clear. Primary memory volatile എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് secondary memory and primary memory ഉപയോഗിച്ചുകൂടാ? Secondary memory അതേ magnetic material തന്നെ എന്തുകൊണ്ട് primary memory ഉപയോഗിച്ചുകൂടാ? Think about it. Okay. Thank you. Asya Keka. Okay. I'm stopping now. Stop sharing.